10 കൽപ്പന കൊടുക്കുന്ന കൂട്ടത്തിൽ തമ്പുരാൻ പറഞ്ഞു, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ശബത്ത് ദിവസം എന്ന് പറയുന്നത് എന്തുവാ? സമാധാനത്തോടെ ഇരിക്കുവാൻ. സമാധാനത്തോടെ ഇരിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടായ്മ ബന്ധത്തിൽ ഇരിക്കുവാനുള്ള സമയമാ. അന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്, അന്ന് നിങ്ങൾ എങ്ങും പോകരുത്, കാരണം ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക. ശബത്ത് ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാൻ. എന്നാൽ ആമേൻ, ഒരു കൂട്ടം ദൈവം കൊടുത്ത ഈ കൽപ്പനയെ ശബത്തിനെ അങ്ങ് മതമാക്കി തീർത്തു. അവരിതിനെ ഒരു മതമാക്കി തീർത്തപ്പോൾ യേശു കർത്താവ് ആമേൻ ആമേൻ ശബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ആരാധനാ ദിവസം, ദൈവ സാന്നിധ്യത്തില് അവൻ വിശ്രമിക്കുവാനുള്ള സമയം. ഹല്ലേലൂയ. 6 ദിവസം നിന്റെ വേല ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കുക. ഏതൊരു വ്യക്തിക്കും വിശ്രമിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു സമയമുണ്ട്. കണ്ണുനീരോടെ നീ വിതച്ചിട്ടുണ്ടെങ്കിൽ ആർപ്പോടെ നീ കൊയ്യും. എന്നും അധ്വാനിക്കുകയല്ല, എന്നും ഉഴന്ന് നടക്കുകയല്ല, ഇതിനപ്പുറത്തൊരു റിസൾട്ട് ഉണ്ട്. കണ്ണുനീരിനൊരു റിസൾട്ട് ഉണ്ട്. ആമേൻ. സ്തോത്രത്തോടെ നീ വിഷയങ്ങളെ തമ്പുരാന്റെ കൈകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ.